ഒരു ഒന്നൊന്നര മാസത്തിന്റെ കാത്തിരിപ്പിന് ശേഷമാണ് ഇന്ന് നിഫ്റ്റി 25,500 എത്തിയത്. ഓൾമോസ്റ്റ് നമുക്ക് മിഡ് ക്യാപ്പ് ഇന്ന് 31,514 നമുക്ക് ഇന്ന് കിട്ടിയിട്ടുണ്ട്. വലിയൊരു ഗ്യാപ്പ് അപ്പിലാണ് ട്രേഡ് ഓപ്പൺ ആവുന്നുണ്ടെങ്കിൽ നമ്മൾ ബുള്ളി സൈഡിലേക്ക് പോകുന്നത് കോഷ്യസ് ആയിട്ടിരിക്കുക. 57,263.45 ആണ് നിഫ്റ്റി ബാങ്കിന്റെ പുതിയ ഹൈ എന്ന് പറയുന്നത്. അപ്പൊ നാളെ നമ്മൾ ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ 27,250 മുകളിൽ മാർക്കറ്റ് വരികയാണെങ്കിൽ ട്രേഡ് ചെയ്യുക. ഏറ്റവും കൂടുതൽ നമുക്ക് റിസൾട്ട് തന്നിട്ടുള്ളത് അദാനി എന്റർപ്രൈസസ് ആണ്. എല്ലാ ദിവസവും വൈകുന്നേരം 7 മണിക്കുള്ള പ്രിയാൻ പോസ്റ്റ് മാർക്കറ്റ് അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഈസ് മീ അരുൺ ഹിയർ, യുവർ കോച്ച്, യുവർ മെന്റർ, യുവർ ട്രെയിനർ ഇൻ ട്രേഡിംഗ്. ഇന്ന് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ദിവസമാണ്. ഒരു ഒന്നൊന്നര മാസത്തിന്റെ കാത്തിരിപ്പിന് ശേഷമാണ് ഇന്ന് നിഫ്റ്റി 25,500 എത്തിയത്. ഒരു ഒന്നൊന്നര മാസമായിട്ട് ഞാൻ പറയുന്നുണ്ട് നിഫ്റ്റി നെക്സ്റ്റ് മന്ത്, അതായത് ജൂണിൽ തന്നെ എത്തിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഒരു ഒന്നൊന്നര മാസമായിട്ട് ഞാൻ പറയുന്നുണ്ട്, അതായത് നിഫ്റ്റി 25,500 എത്തും എന്നുള്ളതിൽ. അത് ഇന്ന് എത്തിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പം അത് മാത്രമല്ല, ഇന്ന് കുറച്ചധികം സ്റ്റോക്സ് നമ്മൾ ട്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ക്യാരി ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ ഓൾമോസ്റ്റ് 1.7 ലാക്ക് നമുക്ക് ഇന്ന് പ്രോഫിറ്റ് ആണ്, റണ്ണിങ്ങിലാണ്. ഓക്കെ, ഇത് ഏതൊക്കെയാണ് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ നമുക്ക് വഴിയെ ഡിസ്കസ് ചെയ്യാം. അപ്പൊ നമുക്ക് നേരെ നോക്കാം ചാർട്ടിലേക്ക് ഇന്ന് മാർക്കറ്റ് എങ്ങനെയാണ് പോയത് എന്നുള്ളത്. ഇന്നലെ നമ്മൾ പ്രിപ്പയർ ചെയ്തത് നിഫ്റ്റിയിൽ, അതായത് ഈ ഒരു സെർട്ടൻ ലെവലിന് മുകളിൽ വരുവാണെങ്കിൽ എൻട്രി എടുക്കാം എന്നുള്ളത്. ഞാൻ ഇൻഡെക്സുകളിൽ മാക്സിമം മാറിയെന്ന് എടുക്കുന്നില്ല എന്നൊരു സിനാരിയോ ഇരുന്നു. പക്ഷെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, ഇന്നലത്തെ പ്രിയാൻ പോസ്റ്റിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മിഡ് ക്യാപ്പ് ആയിരിക്കും ഞാൻ ട്രേഡ് എടുക്കുന്നത് എന്നുള്ളത്. ആൻഡ് ഹിയർ വി ഗോ, മിഡ് ക്യാപ്പ് നമ്മൾ ഇന്ന് എടുത്തു. ഓൾമോസ്റ്റ് നമുക്ക് മിഡ് ക്യാപ്പ് ഇന്ന് 31,514 നമുക്ക് ഇന്ന് കിട്ടിയിട്ടുണ്ട്. അതായത് 12.86%. ടോട്ടൽ പൊസിഷൻ 12 എണ്ണമാണ്. ഇൻ പ്രോഫിറ്റ് 11, ഇൻ ലോസ് 1 അതായത് നമ്മളുടെ വിപ്രോയാണ് നമ്മൾ ക്യാരി ഫോർവേഡ് ചെയ്തതിനകത്ത് നമുക്ക് ലോസ് ആയിട്ടുള്ള ആ കഥയൊക്കെ നമുക്ക് പിന്നീട് പറയാം അല്ലേ. അപ്പൊ നിഫ്റ്റിയിലേക്ക് വരികയാണെങ്കിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് പലരും ഇന്ന് ട്രേഡ് എടുത്തു. സൂപ്പർബ് ആയിട്ട് എക്സ്ട്രോണറി ആയിട്ട് കുറെ അധികം ആൾക്കാർ പ്രോഫിറ്റ് ചെയ്യണം ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടുന്ന് നോക്കുകയാണെങ്കിൽ നാളെ നമ്മൾ എങ്ങനെയായിരിക്കും ട്രേഡ് ചെയ്യുക എന്നുള്ളത് വളരെ സിമ്പിൾ ആണ്. ഇന്നത്തെ ഹൈക്ക് മുകളിൽ, അതായത് 25,550 മുകളിൽ നാളെ നിഫ്റ്റി വരികയാണെങ്കിൽ ചിലപ്പോൾ നാളെ ഒന്ന് ഗ്യാപ് ഡൗൺ വന്നിട്ടായിരിക്കും. പല രീതിയിൽ മാർക്കറ്റ് ഓപ്പൺ ആകാം. ഒന്ന്, നാളെ ഫ്ലാറ്റ് ഓപ്പണിംഗ് ചെയ്യാം. ഫ്ലാറ്റ് ഓപ്പണിംഗ് ചെയ്യുകയാണെങ്കിൽ 25,550 ബ്രേക്ക് ചെയ്യാനായിട്ട് നോക്കുക. ചെറിയൊരു ഗ്യാപ് ഡൗണിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുക. അപ്പൊ എന്താ ചെയ്യേണ്ടത്, നമ്മൾ വെയിറ്റ് ചെയ്യുക 25,550 ബ്രേക്ക് ഔട്ട് കിട്ടാനായിട്ട്. വലിയ ഗ്യാപ് ഡൗൺ ആണെങ്കിൽ നമ്മൾ ഒന്നും തന്നെ ചെയ്യാതിരിക്കുക, നോൺ ട്രേഡിംഗ് സോണിലാണ് എന്ന് മനസ്സിലാക്കിയിട്ട് മാറി നിൽക്കുക. ഇനി ചെറിയൊരു ഗ്യാപ്പ് അപ്പിലാണെങ്കിലോ നമുക്ക് അവിടുന്ന് എൻട്രി എടുക്കാം. ചെറിയൊരു വളരെ മിനിമൽ ആയിട്ടൊരു ചെറിയൊരു ഗ്യാപ്പ്, ലെറ്റ്സ് സേ 25,600 താഴെ ആണെങ്കിൽ നമുക്കൊരു അവിടുന്ന് തന്നെ കണ്ടിന്യൂ ചെയ്യാം. ഫസ്റ്റ് ക്യാൻഡിലിന്റെ മൊമെന്റും കാര്യം എല്ലാം നോക്കിയിട്ട് അവിടുന്ന് തന്നെ കണ്ടിന്യൂ ചെയ്യാം. വലിയൊരു ഗ്യാപ്പ് അപ്പിലാണ് ട്രേഡ് ഓപ്പൺ ആവുന്നുണ്ടെങ്കിൽ നമ്മൾ ബുള്ളി സൈഡിലേക്ക് പോകുന്നത് കോഷ്യസ് ആയിട്ടിരിക്കുക. അപ്പം ഏതൊരു സ്റ്റോക്ക് എടുത്താലും നിങ്ങൾ ഇതുപോലെ അനലൈസ് ചെയ്യും. ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിൽ നിങ്ങൾ നാളെ എന്താ ചെയ്യുന്നത്, ചെറിയ ഗ്യാപ് ഡൗൺ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, അതും ചെറിയ ഗ്യാപ്പ് അപ്പും വലിയ ഗ്യാപ്പ് അപ്പ്, ചെറിയ ഗ്യാപ് ഡൗണും വലിയ ഗ്യാപ് ഡൗണും. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, വളരെ സിഗ്നിഫിക്കന്റ് ആണ്. ഇത് നിങ്ങൾക്ക് വലിയൊരു ഇൻപുട്ട് തരുന്നതായിരിക്കും. അപ്പൊ നാളെ നമ്മൾ എടുക്കുകയാണെങ്കിൽ 25,550 ആയിരിക്കും. ലെറ്റ്സ് സേ 25,550 റേഞ്ച് നമുക്ക് സ്ട്രൈക്ക് യൂസ് ചെയ്യാം. ATM. ഓൾറൈറ്റ്. അപ്പൊ നമ്മൾ വേറെ ഒരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സന്തോഷമായിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മളുടെ നിഫ്റ്റി ബാങ്ക് ഒരു ഓൾ ടൈം ഹൈ ബിൽഡ് ചെയ്തേക്കാണ്. ഈ ഓൾ ടൈം ഹൈ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 57,263 57,263.45 ആണ് നിഫ്റ്റി ബാങ്കിന്റെ പുതിയ ഹൈ എന്ന് പറയുന്നത്. അപ്പൊ നാളെ നമ്മൾ എങ്ങനെ ട്രേഡ് ചെയ്യും? ഇതിൽ വളരെ എളുപ്പമാണ്. നമുക്കിനി ഈ താഴത്തേക്കുള്ള ലെവൽസും കാര്യങ്ങളൊന്നും ഇപ്പോൾ തൽക്കാലത്തേക്ക് ആവശ്യമില്ല. നമ്മൾ ചെയ്യുന്നത് വളരെ വളരെ സിമ്പിൾ ആയിട്ടായിരിക്കും. അതായത് 57,270 മുകളിൽ നാളെ നിഫ്റ്റി ഓപ്പൺ ആവുകയാണെങ്കിൽ, കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അവിടുന്ന് ബുള്ളിഷ് ആയിരിക്കും. അല്ലാത്ത പക്ഷം നമുക്ക് ബുള്ളിഷ് ആയിരിക്കില്ല. ബട്ട് ചെറിയൊരു ഗ്യാപ്പ് അപ്പ് വരികയാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്, നമ്മൾ അവിടുന്ന് നോക്കിയിട്ട് ഫസ്റ്റ് ക്യാൻഡിലിനനുസരിച്ച് നമുക്ക് നോക്കിയെടുക്കാം. വലിയ ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ ചാടി കയറി ബുള്ളി സൈഡിലേക്ക് പോകരുത്, കോഷ്യസ് ആകേണ്ടതായിട്ടുണ്ട്. പേടിക്കണ്ട, രാവിലെ 9 മണിയാകുമ്പോൾ ഞാനുണ്ട്, നമുക്ക് ഒരുമിച്ചിരുന്ന് ട്രേഡ് ചെയ്യാം, ഒരുമിച്ചിരുന്ന് ഏൺ ചെയ്യാം. സോ നിങ്ങൾക്ക് ഏതെങ്കിലും സ്റ്റോക്ക് അനലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ കമന്റിൽ മെൻഷൻ ചെയ്യാം. അതിനു മുമ്പ് ഒരു കാര്യം ചെയ്യുക, താഴെ കമന്റിൽ മെൻഷൻ ചെയ്യുന്നതിന് മുമ്പ് നേരെ ഡിസ്ക്രിപ്ഷനിൽ പോകുക. അവിടെ ഒരു വാട്സ്ആപ്പ് കമന്റ് ലിങ്ക് ഉണ്ട്, അവിടെ ജോയിൻ ചെയ്യുക. കാരണം നിങ്ങൾ കമന്റിൽ ചോദിക്കുന്ന ഈ സ്റ്റോക്കുകളുടെ അനാലിസിസുകൾ മുഴുവൻ നമ്മൾ ആ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പം അടുത്ത നമ്മൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ബാങ്ക് വളരെ സിമ്പിൾ ആണ്, ഓൾ ടൈം ഹൈയിലാണ് നിൽക്കുന്നത്. ഓപ്ഷൻ ചെയിനും വെച്ച് നിങ്ങൾക്ക് ഇതിന്റെ ടാർഗറ്റ് ഫിക്സ് ചെയ്യാം. പലർക്കും ഉള്ളൊരു ഡൗട്ടാണ് ATH എങ്ങനെ ടാർഗറ്റ് ഫിക്സ് ചെയ്യാം എന്നുള്ളത്. ഫസ്റ്റ് വൺ നമുക്ക് OI വെച്ചിട്ട് തന്നെ തീർച്ചയായിട്ടും നോക്കാം, ഓപ്ഷൻ ചെയിൻ വെച്ചിട്ട് നമുക്ക് നോക്കാവുന്നതാണ്. സെക്കൻഡ്ലി നമുക്ക് ഒരു റാലി ട്രെയിൽ
ചെയ്തു പോകാം. ദെൻ വേറെ കുറച്ച് മെത്തേഡ്സ് ഉണ്ട്, എന്തായാലും തീർച്ചയായിട്ടും നമുക്ക് വരും സെഷൻസുകളിൽ മനസ്സിലാക്കാവുന്നതാണ്. ഇനി ഫിൻനിഫ്റ്റിയും ആണെങ്കിലും കുഴപ്പമില്ലാത്ത നല്ലൊരു പുഷാണ് നമുക്ക് ഫിൻനിഫ്റ്റി തന്നു വെച്ചേക്കുന്നത്. ഇനി ഇതെന്തായാലും ക്യാരി ചെയ്യും. നല്ലൊരു ബ്രേക്ക്ഔട്ട്, ഒരു പ്രോപ്പർ ബ്രേക്ക്ഔട്ട് തന്നെയാണ് ഫിൻനിഫ്റ്റി തന്നിട്ടുള്ളത്. അപ്പൊ ഫിൻനിഫ്റ്റി പുതിയൊരു ഹൈ ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഹൈ എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൾമോസ്റ്റ് 27,278. നമ്മൾ ഇന്നലെ വെയിറ്റ് ചെയ്യുമായിരുന്നു 27,000 ബ്രേക്ക് ചെയ്യാനായിട്ട്. അപ്പൊ നാളെ നമ്മൾ ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ 27,250 മുകളിൽ മാർക്കറ്റ് വരികയാണെങ്കിൽ ട്രേഡ് ചെയ്യും. അതായത് ഇന്നത്തെ ഹൈക്ക് മുകളിൽ മാർക്കറ്റ് വരികയാണെങ്കിൽ നമ്മൾ ട്രേഡ് ചെയ്യുന്നതായിരിക്കും. ഫിൻനിഫ്റ്റിയുടെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. അടുത്തത് മിഡ് ക്യാപ്പ് നമ്മൾ ഓൾറെഡി ഹോൾഡ് ചെയ്ത് വെച്ചേക്കുകയാണ്. എവിടെയാണ്? 349 എടുത്തത്. ഐ ബിലീവ് ജസ്റ്റ് 5 ലോട്ട് മാത്രമാണ് കറന്റ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പൊ നമ്മൾ ഇവിടെ നോക്കുമ്പോഴത്തേക്ക് 395 നിൽക്കുകയാണ്. സൂൺ അത് കുഴപ്പമില്ലാത്ത ഒരു പുഷ് തരുമായിരിക്കും. പ്രീമിയം ചാർട്ട് നോക്കുകയാണെങ്കിൽ നമുക്കതൊരു എക്സ്പെക്ട് ചെയ്യാം. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു റാലി നെക്സ്റ്റ് ജൂലൈയിലാണ്. ഇനിയും തുടങ്ങിയതേ ഉള്ളൂ, ഇന്നായിരുന്നു എക്സ്പയറി. സോ ഈ എടുത്തേക്കുന്ന സ്റ്റോക്കുകളെല്ലാം തന്നെ ജൂലൈയിലാണ്. ആക്ച്വലി CDSL ഞാൻ എക്സിറ്റ് ചെയ്യുകയില്ല, കണ്ടിന്യൂ ചെയ്തേനെ. അത് ജൂൺ ആയതുകൊണ്ടാണ് ഞാനത് എക്സിറ്റ് ചെയ്തത്. അപ്പം എനിവേ നമ്മൾ അടുത്ത ട്രേഡ് എടുക്കുകയാണെങ്കിൽ ഇന്നത്തെ ഹൈക്ക് മുകളിൽ മിഡ് വരികയാണെങ്കിൽ 13,300 മുകളിൽ വരികയാണെങ്കിൽ നമ്മൾ 13,400 ടാർഗറ്റ് വെച്ചിട്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. സെൻസെക്സും അങ്ങനെ പുതിയ ഒരു റേഞ്ചിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. സൂൺ നല്ലൊരു കൺസോൾട്ടേറ്റഡ് റേഞ്ചിൽ നിന്നാണ് ഇത് ബ്രേക്ക്ഔട്ട് വന്നിട്ടുള്ളത്. അതായത് ഒന്ന് ആലോചിച്ച് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ദിവസത്തെ കൺസോൾട്ടേഷൻ, അതായത് 43 ദിവസം കൺസോളിഡേറ്റ് ചെയ്ത് നിന്നു. എക്സാക്ട്ലി വർക്കിംഗ് ഡേ പറയുകയാണെങ്കിൽ 31 ട്രേഡിംഗ് ഡേയ്സ് കൺസോളിഡേറ്റ് ചെയ്തതിനാണ് ഇന്ന് ഒറ്റ ദിവസം കൊണ്ട് ബ്രേക്ക് ചെയ്തേക്കുന്നത് സെൻസെക്സ്. അതുകൊണ്ട് തന്നെ ഇത് സൂൺ പുതിയൊരു ഓൾ ടൈം ഹൈ എത്തുന്നതായിരിക്കും. അടുത്തായിട്ട് തന്നെ അതൊരു 85,940 പ്രീവിയസ് ഹൈയിലേക്ക് അടുത്ത് തന്നെ എത്തുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഒരു പ്രോപ്പർ എൻട്രി, പ്രോപ്പർ എക്സിറ്റ്, ഒരു സ്ട്രാറ്റജി, ഒരു സപ്പോർട്ട്, ഒരു കമ്മ്യൂണിറ്റി ഒക്കെ വേണമെങ്കിൽ നമ്മളുടെ ജൂലൈ ബാച്ച് ഓപ്പൺ ആയിട്ടുണ്ട്. അത് ഫുൾ പേയ്മെന്റ് എന്ന് പറയുന്നത് 20,000 rupees ആണ്. അത് നിങ്ങൾക്ക് നേരെ ഇവിടുന്ന് കാണാവുന്നതാണ്. അതായത് ഡീകോഡിംഗ് ട്രേഡിംഗ് എലൈറ്റ് പ്രോഗ്രാം ജൂലൈ ബാച്ച് 20,000. നിങ്ങൾക്ക് അത് ഫുൾ ടൈം അറ്റ് എ ടൈം പേയ്മെന്റ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നേരെ ടെക്നിക്കൽ അനാലിസിസ്, ഡീകോഡിംഗ് ടെക്നിക്കൽ അനാലിസിസ് ജൂലൈ ബാച്ച് വെറും 5,000 രൂപയുള്ളൂ. ഇതിന് സ്പെഷ്യൽ ഓഫർ ഉണ്ട് ഇപ്പോൾ 5,000. ദെൻ ഇച്ചിരി കഴിയുമ്പോൾ അത് റേറ്റ് മാറുന്നതായിരിക്കും. എനിവേ, അപ്പം നിങ്ങൾക്ക് ഇത് ഇവിടുന്ന് ചെയ്യാം. 110% റീഫണ്ട് ഉണ്ട്. നിങ്ങൾ ക്ലാസ് അറ്റൻഡ് ചെയ്ത് 3 സെഷൻ അറ്റൻഡ് ചെയ്തിട്ട് സാറ്റിസ്ഫൈഡ് അല്ലാന്ന് തോന്നിക്കുകയാണെങ്കിൽ ഒരു ചോദ്യം പോലും ചോദിക്കാതെ നിങ്ങൾക്ക് തിരിച്ച് നിങ്ങൾ പേ ചെയ്തതിനേക്കാളും കൂടുതൽ, അതായത് ഒരു എക്സ്ട്രാ 10% നിങ്ങൾക്ക് അവിടെ തരുന്നതായിരിക്കും. ഇതുപോലെ തന്നെ നമുക്ക് 5 വർഷത്തെ കമ്മ്യൂണിറ്റി ആക്സസ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഹബിലേക്ക് ആക്സസ് ഉണ്ടായിരിക്കും. ലൈവ് ട്രേഡിംഗ് ഇതെല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ ഫൈൻ. അപ്പൊ നമുക്ക് കുറച്ച് സ്റ്റോക്സ് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് ഇല്ലേ? ആ സ്റ്റോക്സിനെ നമുക്ക് ജസ്റ്റ് ഒന്ന് കീറി മുറിക്കാവുന്നതാണ്. മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര എല്ലാം 1 hourലാണ്, സ്വിംഗ് ട്രേഡ് ആണ് നമ്മൾ ഫോക്കസ് ചെയ്തിട്ടുള്ളത്. ഈ റേഞ്ചിൽ നിന്നാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. കറന്റ് അത് കുഴപ്പമില്ലാത്ത രീതിയിൽ സസ്റ്റെയിൻ ചെയ്ത് നിൽക്കുന്നുണ്ട്. ഇനി അത് നമുക്ക് ഈ ഒരു സെർട്ടൻ ലെവൽ, അതായത് ഓൾമോസ്റ്റ് 3,270 റേഞ്ചിലേക്ക് വരും. മഹീന്ദ്ര ഇപ്പൊ കുഴപ്പമില്ലാത്ത ഒരു റേഞ്ചിൽ തന്നെയാണ് നിൽക്കുന്നത്. ബട്ട് ജിയോഫിൻ ഇന്ന് തന്നെ ആ ഒരു ഹ്യൂജ് റാലി വളരെ വളരെ വലുതായിരുന്നു. ജിയോഫിൻ എങ്ങനെ നോക്കിയാലും ജിയോഫിന്റെ ഇവിടുന്ന് ഒരു ഹൊറിസോണ്ടൽ റെസിസ്റ്റൻസിനെ ബ്രേക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടുന്നുള്ള ഒരു ആംഗുലർ റെസിസ്റ്റൻസിനെയും ബ്രേക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ജിയോഫിൻ 316, 326, 337, 346 വരെയൊക്കെ പോകുമെന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ദിസ് ഈസ് ജസ്റ്റ് മൈ വ്യൂ. ഓക്കെ, ദിസ് ഈസ് ജസ്റ്റ് മൈ വ്യൂ. ഇത് കഴിഞ്ഞിട്ട് പിന്നീട് കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാമെന്ന രീതിയിലാണ്, നെക്സ്റ്റ് ഒരു ക്യാരി ഫോർവേഡ് ചെയ്യാമെന്നൊരു സെഗ്മെന്റിലാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. അടുത്തത് JSWC ഇന്ന് രാവിലെ ഓപ്പൺ ചെയ്തപ്പോൾ ഒന്ന് നെഗറ്റീവിലായിരുന്നു പിന്നീട് വന്നത്. അത് കഴിഞ്ഞ് പോസിറ്റീവിൽ വന്നു, പിന്നെ നെഗറ്റീവ് പോയി, പിന്നെ തിരിച്ച് കയറിയിട്ടുണ്ട്. സോ JSWC 1043, 1059, 1068 പോകുമെന്ന് എക്സ്പെക്ട് ചെയ്യുന്നു. ദെൻ വിപ്രോ ആണ് നമുക്കിവിടെ നെഗറ്റീവ് തന്ന് നിൽക്കുന്നത്. ഓൾമോസ്റ്റ് 270 കയറി 269 റേഞ്ച് നിൽക്കുന്നു. ഈ ഒരു റേഞ്ചിലാണ് നിൽക്കുന്നത്. ഒരു കുഴപ്പമില്ല, സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ വെയിറ്റ് ചെയ്യുന്നതായിരിക്കും. ഏറ്റവും കൂടുതൽ നമുക്ക് റിസൾട്ട് തന്നിട്ടുള്ളത് അദാനി എന്റർപ്രൈസസ് ആണ്. അദാനി എന്റർപ്രൈസസ് ഈ നല്ലൊരു റാലിയാണ് തന്നുകൊണ്ടിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ 2640 എത്തുമെന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. സോ ഇതുപോലെ എല്ലാ സ്റ്റോക്സുകളും അത്യാവശ്യം നല്ല റാലി നമുക്ക് തന്നിട്ടുണ്ട്. ഇനിയും കുഴപ്പമില്ലാതെ നമ്മൾ ഇനിയും ക്രൂഡിലേക്ക് നോക്കുകയാണെങ്കിൽ, ക്രൂഡ് ഓയിൽ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ സമാധാനത്തിൽ ചെയ്യുക. ക്രൂഡ് ഓയിൽ മിനി നിങ്ങൾ ചെയ്യുക. ആൻഡ് ഓൾസോ ഇത് കൺസോൾഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം പോലെ തന്നെ ഇത് ഈ റേഞ്ചിൽ കടന്ന് കൺസോൾഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാക്സിമം ക്രൂഡ് ഓയിലിൽ നിന്ന് ഒന്ന് മാറി നിൽക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ നാച്ചുറൽ ഗ്യാസിൽ നിന്ന് ഒന്ന് മാറി നിൽക്കുന്നത് നല്ലത്. പ്രത്യേകിച്ച് ഒരു നല്ല രീതിയിലല്ല അത് പുഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഗ്യാപ്പ് അപ്പ് വന്നിരുന്നത്, ഇപ്പൊ ഗ്യാപ്പ് ഫില്ലിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് ലെറ്റ്സ് സീ.
റൈറ്റ്. ആൻഡ് ഗോൾഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ ഒരു റേഞ്ചിലാണ് നിൽക്കുന്നത്. ഈ സ്പൈക്ക് ഒക്കെ വളരെ പ്രശ്നം പിടിച്ചൊരു സ്പൈക്ക് ആയിരുന്നു ഗോൾഡിന്റെ കേസിൽ. അത് മാത്രമല്ല, നമ്മൾ പുതിയ ഒരു സെഗ്മെന്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മളുടെ ക്രിപ്റ്റോയിൽ നിങ്ങളിൽ പലരും ക്രിപ്റ്റോ ട്രേഡ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ എവിടെ തുടങ്ങണം, എങ്ങനെ ചെയ്യണമെന്ന് നിങ്ങൾക്ക് ഡൗട്ട്ഫുൾ ആണെങ്കിൽ നമ്മളുടെ തന്നെ സ്പെഷ്യലൈസ്ഡ് ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഡെൽറ്റയിലാണ് നമ്മൾ കറന്റ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ആ ഒരു ലിങ്ക് വെച്ച് ചെയ്യുക. ഓൾമോസ്റ്റ് ഇപ്പൊ തന്നെ നമ്മളൊരു $100 പ്രോഫിറ്റിലാണ്. ഇന്ന് രാവിലെ തൊട്ട് എടുത്ത ട്രേഡാണ്, ഇങ്ങനെ റൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇത് ഒരു 150-200 റേഞ്ച് വരെ ഇത് പോയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ $100 ഇപ്പോഴും സ്റ്റിൽ പ്രോഫിറ്റബിൾ ആയിട്ട് നിൽക്കുകയാണ്. സോ ഇതിന്റെ ഒരു സ്പെഷ്യലൈസ്ഡ് ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അത് വെച്ച് തന്നെ നിങ്ങൾ ഡെൽറ്റ ഓപ്പൺ ആക്കുക. എന്നിട്ട് നേരെ നമ്മളിലേക്ക് അത് ഷെയർ ചെയ്യുക. നമ്മളുടെ ടീം നിങ്ങളെ അപ്രോച്ച് ചെയ്യും. ക്രിപ്റ്റോയിൽ ട്രേഡ് ചെയ്യാനായിട്ട് നിങ്ങളെ ഫ്രീ ആയിട്ട് അസിസ്റ്റ് ചെയ്യുന്നതായിരിക്കും, ഫ്രീ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. കൂടുതൽ ക്യാപിറ്റൽ ഒന്നും വേണ്ട ക്രിപ്റ്റോ ട്രേഡ് ചെയ്യാൻ. ഒരു 1000 രൂപ 5000 രൂപ മാത്രം മതി. ദിസ് ഈസ് ഇറ്റ്. അപ്പൊ നമുക്ക് നാളെ രാവിലെ 9 മണിയാകുമ്പോൾ കാണാം. അതിനു മുമ്പ് നമ്മളുടെ ഇന്നത്തെ ചോദ്യം ഇതാണ്: ക്രിപ്റ്റോ കറൻസിയിൽ BTC, അതായത് ബിറ്റ്കോയിനെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം. ബിറ്റ്കോയിന്റെ ഓൾ ടൈം ഹൈ ആയിട്ടുള്ള പ്രൈസ് എത്രയാണ്? താഴെ കമന്റിൽ മെൻഷൻ ചെയ്യുക. ശരിയായ ഉത്തരം നൽകുന്ന ഒരാൾക്ക് നാളെ വൈകുന്നേരം 500 രൂപ ലഭിക്കുന്നതായിരിക്കും. ദാറ്റ്സ് ഇറ്റ്. അപ്പൊ നമുക്ക് നാളെ രാവിലെ 9 മണിയാകുമ്പോൾ കാണാം. ആൻഡ് ഓൾസോ മറക്കണ്ട, നിങ്ങൾക്ക് ഏതെങ്കിലും സ്റ്റോക്ക് അനലൈസ് ചെയ്യണമെങ്കിൽ താഴെ കമന്റിൽ മെൻഷൻ ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ നമുക്ക് വൈകുന്നേരം ക്രിപ്റ്റോയുടെ ലൈവ് സെഷനിൽ കാണാവുന്നതാണ്. ടിൽ ദെൻ ബൈ.